നമസ്കാരം. ബഹുമാനപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 ഏപ്രിൽ മാസത്തിലെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് താൽക്കാലിക മാസഫലം. ഈ വീഡിയോയിൽ തിരുവോണം, അവിട്ടം, ചതയം എന്നീ 3 നക്ഷത്രക്കാരുടെ ഏപ്രിൽ മാസത്തെ താൽക്കാലിക ഫലങ്ങൾ നോക്കാം. ഗ്രഹമാറ്റങ്ങൾ കുറച്ച് നടക്കുന്നുണ്ട്, അതിലേക്ക് വിശദമായിട്ട് കിടക്കുന്നില്ല. താൽക്കാലിക ഫലങ്ങൾ മാത്രം നമുക്ക് നോക്കിപ്പോവാം. തിരുവോണ നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ വ്യവഹാര വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതായത് കേസുകളോ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധനത്തിൻ്റെ പേരിൽ സ്വജനങ്ങളുമായിട്ട് പിണങ്ങുകയോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പിതൃസ്വത്ത് സംബന്ധിച്ച് തർക്കം ഉടലെടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. എത്ര തർക്കം ഉണ്ടായാലും വാക്കുകളൊക്കെ നല്ല സൂക്ഷിച്ചേ ഉപയോഗിക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അതായത് ഭാവിയിലേക്കും കൂടെ പ്രയാസം ഉണ്ടാക്കും. നമ്മൾ എത്ര കോപം വന്നാലും നല്ല വാക്കുകൾ ഉപയോഗിച്ച് മാത്രം സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രക്തസംബന്ധമായ രോഗങ്ങൾ ഉപദ്രവം ചെയ്യാൻ സാധ്യതയുണ്ട്. രക്തവാതമോ അല്ലെങ്കിൽ രക്തദൂഷ്യം കൊണ്ടുള്ള സ്കിൻ പ്രോബ്ലങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ വേരിക്കോസ് വെയിൻ പോലുള്ള രോഗമുള്ള, കാലിൻ്റെ ഞരമ്പ് തടിച്ചു വരുന്ന രോഗമുള്ളവർ അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പ്രവർത്തന രംഗത്ത് വലിയ മാറ്റമില്ലാതെ, ലാഭനഷ്ടങ്ങളില്ലാതെ പഴയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതേസമയത്ത് പുതിയൊരു കരിയർ തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അത്രയ്ക്ക് അനുകൂലമായ സന്ദർഭമല്ല. കാരണം 2-ൽ ശനിയും ചൊവ്വയും കൂടെ നിൽക്കുകയാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് 2-ലാണ്, അതായത് കുംഭത്തിലാണ് ശനിയും ചൊവ്വയും കൂടെ നിൽക്കുന്നത്. ശനി കുംഭത്തിൽ നിൽക്കുന്നത് മകരരാശിയുടെ നാഥൻ കൂടെ ആയതുകൊണ്ട് മൂലത്രികോണത്തിൽ നിൽക്കുന്ന ശനി ഗുണകരമാണ് എന്ന് പറഞ്ഞാൽ പോലും ചൊവ്വയുമായിട്ടുള്ള യോഗം അത്ര ഗുണകരമല്ല. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അനുകൂലമാണ് എന്ന് വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് ജോലി തൽക്കാലം ഉപേക്ഷിക്കേണ്ട എന്ന് പറയുന്നത്. ബിസിനസ് നിലവിലുള്ളത് തുടർന്നുകൊണ്ട് പോവുക. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഈ സമയം അത്ര അനുയോജ്യമല്ല. വായ്പ, ലോണ് എന്നിവ ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്, പക്ഷേ കുറച്ച് കാലതാമസം ഉണ്ടായേക്കാം. കുടുംബ ബന്ധങ്ങളിൽ അല്പം ചില വിള്ളലുകളൊക്കെ ഉണ്ടാകാനും അതിനുശേഷം അത് കൂടിച്ചേരാനും ഒക്കെ സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ തെറ്റിദ്ധാരണകളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. വ്യക്തി ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഭാര്യാഭർത്താക്കന്മാർ സംസാരത്തിലും പരസ്പരം പെരുമാറ്റത്തിലുമൊക്കെ കുറച്ചൊരു മാന്യത അല്ലെങ്കിൽ പരസ്പര സഹകരണം, പരസ്പര സ്നേഹത്തോടെ മുന്നോട്ട് പോവുക. ഈ ഒരു സമയത്ത് തെറ്റിദ്ധാരണാജനകമായ ചില സന്ദർഭങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ കലഹിക്കുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ള ആളുകളും ചിലപ്പോൾ അതിനകത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സമീപനം സ്വീകരിച്ചേക്കാം. ചില ബന്ധുക്കളൊക്കെ നുണ പറയുകയോ അല്ലെങ്കിൽ സംശയം ചോദിക്കുന്ന രീതിയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക, ഇതൊക്കെ പലരും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള അതായത് നമുക്ക് അനുകൂലമല്ലാത്ത ചില നക്ഷത്രക്കാർ വന്ന് നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കും, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. പരസ്പര ധാരണയോടെ മുന്നോട്ട് പോവുക. പരസ്പരം തുറന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതുപോലെ തന്നെ നമുക്കിഷ്ടമില്ലാത്ത പല വ്യക്തികളും നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അവരെ ഒഴിവാക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഒരു മാന്യമായ അകലം പാലിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുകയില്ല. അവരുടെ സഹായം സ്വീകരിക്കേണ്ട അവസ്ഥ നമുക്ക് സംജാതമായേക്കാം. ഇതിനിടയിലും നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് സമയം കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും വേണം. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് വളരെ തിരക്കിട്ട ഒരു കാലഘട്ടമാണ് ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള സമയമായതുകൊണ്ട് കൂടുതലും പ്രവർത്തന നിരതരായിരിക്കും. അത് മുഖേനയും, അതായത് വീട്ടിലെ പല കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നൊരു പരാതി കുടുംബത്തിലുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ തിരുവോണ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായും ഗുണകരമായ ഒരു സമയമല്ല. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവർക്ക് കുറേ മേൽക്കൈ ലഭിക്കുന്നതുമാണ്. ഇനി ദശാകാല ദോഷങ്ങൾ നോക്കുമ്പോൾ രാഹു, ശനി, കേതു ഇതിലേതെങ്കിലും ദശാകാലമാണെങ്കിൽ അത്ര ഗുണകരമല്ല. ആ ദശാകാലങ്ങളിലുള്ളവർ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. തിരുവോണം, അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായ അത്തം, രോഹിണി തുടങ്ങിയ നക്ഷത്രങ്ങളിൽ, അതുപോലെ തിരുവോണവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ഒക്കെ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. തിരുവോണവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുക, അർച്ചന നടത്തുക. ഇതൊക്കെ വളരെ ഗുണകരമാണ്.
പിന്നെ വിഷ്ണു മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. തിരുവോണത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് വിഷ്ണുവാണല്ലോ. ഓം വിഷ്ണവേ നമ എന്നുള്ള ഏറ്റവും ലളിതമായ മന്ത്രം ജപിച്ചാൽ പോലും നമുക്ക് ഒരുപാട് ദോഷങ്ങൾ അകന്നുപോകും. തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായാൽ, അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഒരു താമരമുട്ട് സമർപ്പിക്കുക, അല്ലെങ്കിൽ ഒരു തുളസിമാല സമർപ്പിക്കുക, നെയ്വിളക്ക് സമർപ്പിക്കുക, അങ്ങനെയുള്ള ചെറിയ വഴിപാടുകൾ നമ്മൾ ചെയ്യുക. മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാർ അന്നദാനം, വസ്ത്രദാനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്യുക. നമുക്ക് ഉത്തമ ബോധ്യമുള്ള നല്ല മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് സംഭാവന ചെയ്യുക. ചെടികളൊക്കെ നട്ടു വളർത്തുക. അതൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അതിലൂടെ നമ്മുടെ കുറേ ദോഷങ്ങൾ അകന്നു പോകുന്നതുമാണ്. അപ്പോൾ അതാണ് തിരുവോണ നക്ഷത്രക്കാരുടെ താൽക്കാലിക ഫലമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം 2 കൂറിലായിട്ടാണ് വരുന്നത്. പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലുമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറേയെങ്കിലും മാറിക്കിട്ടാനായിട്ട് ഈ അവസരം ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ഈ അവസരത്തിൽ അവർക്ക് കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കിട്ടാനുള്ള സാധ്യത തെളിയും. ഏതെങ്കിലും അഡീഷണലായിട്ടൊരു വരുമാന മാർഗം തെളിഞ്ഞു വരാം ഇപ്പോൾ ഉള്ളതിൽ കൂടുതലായിട്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളുടെ സഹായം കൊണ്ടോ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടോ പുതിയൊരു ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ആരംഭിക്കാൻ അവർക്ക് സാധിക്കാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവർക്കൊരല്പം ധനം കിട്ടുകയും ധനപരമായ ബുദ്ധിമുട്ട് കുറച്ചൊക്കെ പരിഹരിക്കാനൊക്കെ സാധിക്കും. ഗുരുതുല്യരായ വ്യക്തികളുടെ ഉപദേശങ്ങൾ അവർക്ക് പ്രയോജനപ്പെടുന്നതാണ്. അതായത് അച്ഛൻ, അമ്മ, അമ്മാവൻ, അമ്മാവി തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വല്യച്ഛൻ, അല്ലെങ്കിൽ പിതൃസ്ഥാനീയരായ ആൾക്കാർ, മാതൃസ്ഥാനീയരായ ആൾക്കാർ, അവരിൽ നിന്നൊക്കെയുള്ള ഉപദേശങ്ങൾ വളരെയേറെ പ്രയോജനപ്പെടുന്നതാണ്. കേസുകളിലൊക്കെ അനുകൂല വിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈശ്വരവിശ്വാസം വർദ്ധിക്കുകയും ആത്മീയമായ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. മകരക്കൂറിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് ഏപ്രിലിൻ്റെ ആദ്യ പകുതിയായിരിക്കും കൂടുതൽ മെച്ചം. കുംഭക്കൂറിൽ ജനിച്ചവർക്ക് 2ാം പകുതിയാണ് കൂടുതൽ മെച്ചമുണ്ടാകുക. എത്രയാണെങ്കിലും പാപഗ്രഹങ്ങൾ വരുന്നത് കൊണ്ട്, പാപഗ്രഹങ്ങളുടെ സാമീപ്യമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഓരോ കാര്യത്തിനും 2-3 തവണ ചിലപ്പോൾ ശ്രമിക്കേണ്ടി വരും. അപ്പോൾ നിരാശരാകാതെ, ഒരു തവണ ശ്രമിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയില്ലെങ്കിൽ നിരാശരാകാതെ വീണ്ടും ശ്രമിക്കുക. എതിരാളികളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ശത്രു ദോഷം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് സാമൂഹിക പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ഒരു സമയത്ത്, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഒരു സമയത്ത് ശരിക്കും ആരോപണങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാം. സഹോദരങ്ങളിൽ നിന്നും വേണ്ടത്ര പിന്തുണ കിട്ടാത്ത അവസ്ഥയായിരിക്കും. സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങളിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടായേക്കാം. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. സ്ത്രീജനങ്ങളുടെ ഭാഗത്തു നിന്നും, അതായത് മാതാവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധുക്കൾ, കസിൻസ്, സ്ത്രീകളായ കസിൻസ്, അവരിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. സഹോദര ആനുകൂല്യം കുറവാണ്. പിന്നെ നമ്മുടെ കരിയർ മെച്ചപ്പെടുത്താൻ കഴിയുന്ന സമയമാണ്. ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നമ്മൾ പഠിച്ചു വന്നതിൽ നിന്ന് കുറച്ചുകൂടെ അറിവ് നേടാനായിട്ട് സാധിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റാനായിട്ട് സാധിക്കും. ഇതുവരെ നമ്മൾ ബിസിനസ്സിൽ തുടർന്ന് വന്നിരുന്ന ഒരു നയമുണ്ടല്ലോ, അതിൽ നിന്ന് ഒരല്പം വ്യതിചലിച്ച് പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ സാധിക്കും. പക്ഷേ ഈ സമയത്ത് പുരോഗതി ഉണ്ടാകണമെന്നില്ല, ഭാവിയിലേക്ക് അത് പ്രയോജനപ്പെടും. പിന്നെ ബന്ധുക്കളുടെ പ്രശ്നത്തിൽ പോയി ഇടപെടുന്നത് വളരെ സൂക്ഷിച്ച് വേണം. അല്ലെങ്കിൽ നമ്മളും കൂടി അതിലേക്ക് ഒരു ശത്രുത വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട്. നമ്മൾ അതിലേക്ക് ഇടപെടുകയും നമ്മുടെ പ്രശ്നമായിട്ട് മാറുകയും അതുമൂലം ശത്രുത ഉണ്ടാകുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അവിട്ടം നക്ഷത്രക്കാർ ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അവരുടെ ദശാകാല ദോഷങ്ങൾ നോക്കുമ്പോഴത്തേക്കും വ്യാഴം, ബുധൻ, ശുക്രൻ, ഈ 3 ദശകളും അവിട്ടം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല. ഈ വ്യാഴദശയോ ബുധദശയോ ശുക്രദശയോ ആണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പം ശനി, രാശ്യാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. അവിട്ടത്തിൻ്റെ മകരക്കൂറിലാണെങ്കിലും കുംഭക്കൂറിലാണെങ്കിലും 2 രാശികളുടെയും നാഥൻ എന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന മന്ത്രങ്ങൾ ഉപയോഗിക്കുക. ശനീശ്വര സ്തോത്രം ജപിക്കുക.
പിന്നെ എള്ളുതിരി തെളിയിക്കുക, ശാസ്താവിനെ പ്രാർത്ഥിക്കുക, ശാസ്താവിനെ നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുക തുടങ്ങിയ കർമ്മങ്ങളൊക്കെ, തുടങ്ങിയ പരിഹാര കർമ്മങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ പിതൃദോഷമുണ്ടോ എന്ന് നോക്കിയിട്ട് കാക്കയ്ക്ക് എള്ള് ചേർത്ത ചോറ് കൊടുക്കുന്നതും ഈ സമയത്ത് നല്ലതാണ്. നക്ഷത്രദശാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അതായത് നമ്മുടെ ജനനം മുതൽ ആദ്യം ചൊവ്വയുടെ ദശയാണ് വരുന്നത്, നക്ഷത്ര ദശാധിപൻ. അതുകൊണ്ട് തന്നെ ഔട്ടവും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നല്ലതാണ്. പിന്നെ ശനിയാഴ്ച ദിവസം നേരത്തെ പറഞ്ഞ പോലെ ശാസ്താക്ഷേത്ര ദർശനം നടത്തുക. ശാസ്താവിൻ്റെയോ അയ്യപ്പൻ്റെയോ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതിൻ്റെ ഐതിഹ്യങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതില്ല. എന്നാൽ പോലും ശനീശ്വരൻ എന്ന് പറയുന്നത് ശാസ്താവാണ്. ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ ചെയ്യുക, ശാസ്താവിന് അർച്ചനകൾ നടത്തുക. പലതരത്തിലുള്ള അർച്ചനയുണ്ട്. ശാസ്ത്ര സൂക്താർച്ചന ഉണ്ട്, പിന്നെ ഐക്യമത്യ സൂക്തം, സംവാദ സൂക്തം, ഇങ്ങനെ കുറേ അർച്ചനകളുണ്ട്. ശിവന്, ഗണപതിക്ക്, അയ്യപ്പന് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിലേതെങ്കിലും ഒരു അർച്ചന നടത്തുക. ഗണപതി ഭഗവാന് ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ഒരു അർച്ചന ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ചിട്ട് പോകുന്നത് അവർക്ക് ഗുണകരമാണ്. പിന്നെ നക്ഷത്ര ദേവതയായ വസുക്കളെ ഭജിക്കുന്നത് നല്ലതാണ്. അഷ്ടവസുക്കളാണ് ദേവത എന്ന് പറയുന്നത്. ഓം വസുഭ്യോ നമ എന്നുള്ള മന്ത്രം നിത്യവും ജപിക്കുന്നത് ഗുണകരമാണ്. അപ്പോൾ ദോഷകരമായ ദശാകാലങ്ങളാണെന്നുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം പതിവാക്കുക. കഴിയുന്നത്ര ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പോവുകയും ചെറിയ എന്തെങ്കിലും വഴിപാടുകൾ നടത്തുകയും ചെയ്യുക. ഒരുപാട് പണം വാരി ചെലവഴിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ വഴിപാടുകൾ നടത്താം എന്ന് എപ്പോഴും ഞാൻ പറയുന്നത്. അടുത്ത ചതയൻ നക്ഷത്രമാണ്. ചതയൻ നക്ഷത്രം കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. കുംഭക്കൂറിൻ്റെ പ്രത്യേകത എന്താണ്? ശനിയും ചൊവ്വയും ചേർന്ന് അവിടെ നിൽക്കുന്നു. അപ്പോൾ ചതയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജന്മശനിയാണ്. എങ്കിൽ പോലും ശനി മൂലത്രികോണ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ചൊവ്വയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടുള്ള ദോഷഫലങ്ങളുണ്ട്. പിന്നെ 2-ൽ രാഹു നിൽക്കുന്നു. മീനത്തിൽ രാഹു സഞ്ചരിക്കുന്നുണ്ട്, സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട്. സൂര്യൻ കുറച്ച് കഴിയുമ്പോൾ മേടത്തിലേക്ക് മാറും, മാസം പകുതിയാകുമ്പോഴത്തേക്കും. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വ്യവസായ സംബന്ധമായിട്ട് കുറേയേറെ യാത്ര ചെയ്യേണ്ടി വരും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ നേരത്തെ ഉണ്ടായിരുന്നത് പലതും മാറി ദാമ്പത്യ ജീവിതം കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ധനച്ചെലവാണ് അവർ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രയാസം എന്ന് പറയുന്നത്. വീട് പണി, അതുപോലെ വാഹനത്തിൻ്റെ കാര്യങ്ങൾ, ഇതിനൊക്കെ ധാരാളം പണം ചിലവാകും. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. സ്നേഹിതരുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പങ്കാളികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഈ പാപഗ്രഹങ്ങൾ പലതും ചേർന്ന് നിൽക്കുകയാണ്. സൂര്യൻ എന്ന് പറയുന്നത് പാപഗ്രഹമാണ്, ശനി ചൊവ്വ പാപഗ്രഹമാണ്, രാഹു നിഴൽ ഗ്രഹമാണെങ്കിലും അത് വളരെ പാപം ഉള്ള ഗ്രഹമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരുന്നത് കൊണ്ട് തന്നെയാണ് ഈ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ചില കാര്യങ്ങളിൽ സ്വന്തം മനസ്സിൽ വളരെ വൈരുദ്ധ്യം ആർന്ന ചിന്തകൾ ഉണ്ടാകുന്നതാണ്. അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ പലപ്പോഴും അനുഭവപ്പെടും. രാഹു ഒന്നാമതെ നമ്മുടെ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ്. മീനൻ രാശിയും അങ്ങനെ തന്നെയാണ്. അപ്പം രാഹു മീനൻ രാശിയിൽ നിന്നാലുള്ള ഫലം എന്ന് പറയുമ്പം ചിന്താക്കുഴപ്പം ശരിക്കും ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും ചിന്താക്കുഴപ്പം ഉണ്ടാകും. അതുപോലെ നമുക്ക് ഇച്ഛാശക്തിയോടുകൂടി ഒരു തീരുമാനം എടുത്ത് അങ്ങോട്ട് പ്രവർത്തിക്കേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് പലപ്പോഴും പുറകോട്ട് മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. എന്നാൽ വലിയ സാമ്പത്തിക തകർച്ചയൊന്നും ഉണ്ടാകുകയില്ല. കടം കുറേയൊക്കെ വീട്ടാനും സാധിക്കും. ഈ സാമ്പത്തികത്തെപ്പറ്റി ചിന്തിച്ചുള്ള മനപ്രയാസമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രയാസം. അതേസമയത്ത് പ്രസംഗം, കാവ്യരചന, ചിത്രകല തുടങ്ങിയവയിൽ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളുണ്ടാകും. അംഗീകാരം ലഭിക്കും. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സംതൃപ്തമായിട്ടത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ജീവിത പങ്കാളി പിന്തുണ നൽകും എല്ലാ കാര്യത്തിലും. ഈ പ്രതിബന്ധങ്ങളെയൊക്കെ മറികടക്കാൻ നല്ലൊരു പരിധി വരെ ചതയൻ നക്ഷത്രക്കാർക്ക് ഈ മാസം സാധിക്കുകയും ചെയ്യും. എങ്കിൽ പോലും ഈ മനസ്സിനൊരു സ്വസ്ഥതയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ദശാകാല ദോഷങ്ങളിലോട്ട് നോക്കുമ്പം ശനിദശയോ കേതുർദശയോ സൂര്യദശയോ ആണ് ഇപ്പോഴനുഭവിക്കുന്നതെങ്കിൽ ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്യണം. ഈ 3 ദശകളും ഗുണകരമല്ല. ചതയ നക്ഷത്രത്തിലോ അനുജന്മ നക്ഷത്രങ്ങളായ തിരുവാതിരയിലോ ചോതിയിലോ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. അതുപോലെ നക്ഷത്ര അധിപൻ എന്ന് പറയുന്നത്, നക്ഷത്ര ദശാധിപൻ എന്ന് പറയുന്നത് രാഹുവാണ്. രാഹുർദശയിലാണ് തുടക്കം. അപ്പോൾ ആ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, സർപ്പപ്രീതികരങ്ങളായ കർമ്മങ്ങൾ, ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പപൂജ,
സർപ്പത്തിന് 100 പാലും. ഇനി ഇതൊന്നുമല്ല, സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ദക്ഷിണയും ചേർത്ത് സമർപ്പിക്കുക, പിടിപ്പണം സമർപ്പിക്കുക, പട്ട് സമർപ്പിക്കുക, ഇതൊക്കെ ചെയ്യാവുന്നതാണ് സർപ്പദൈവങ്ങൾക്ക്. പിന്നെ ഒരുപാട് വഴിപാടുണ്ട്, എല്ലാം കൂടെ പറയുന്നില്ല. ചിലവ് കൂടിയ ഒരുപാട് വഴിപാടുകൾ സർപ്പദൈവങ്ങൾക്കുണ്ട്. നമ്മൾ സാധാരണ മനുഷ്യർക്ക് വേണ്ട രീതിയിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. വളരെ ചെറിയ രീതിയിൽ ദോഷങ്ങളൊക്കെ മാറ്റി നിർത്താൻ കഴിയുന്ന വഴിപാടുകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ പതിവായിട്ട് അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഈ ദർശനം നടത്തുമ്പം വെറും കൈയോടെ പോകരുത്. മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഒരു ദക്ഷിണയോ അല്ലെങ്കിൽ വെറ്റിലയും അടയ്ക്കയും നാണയവും ചേർത്തോ അല്ലെങ്കിൽ ഒരു പട്ട് സമർപ്പിക്കുകയോ, ഒരു പട്ടും ഒരു നാണയവും ചേർത്ത് സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം സർപ്പദൈവങ്ങൾക്ക് ചെയ്യുക. പിന്നെ കുടുംബത്തിൽ സർപ്പക്കാവുകളുണ്ടെങ്കിൽ അവിടെ വേണ്ട രീതിയിൽ പൂജകൾ അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ സർപ്പവും സാധാരണയായിട്ട് കാണാറുണ്ട്. അപ്പോൾ അവിടെ വർഷത്തിൽ ഒന്നെങ്കിലും ഒന്ന് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചതയനാളിൽ രാഹുപൂജ നടത്തുന്നത് നല്ലതാണ്. രാശ്യാധിപൻ ശനി ആയതുകൊണ്ട് ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, ശംഖുപുഷ്പം കൊണ്ട് അർച്ചന, നീലപ്പട്ട് സമർപ്പിക്കുക, ഇതൊക്കെ ഗുണകരമാണ്. രോഗാദി ദുരിതങ്ങൾ ഉള്ളവർക്ക് അത് മാറാൻ വേണ്ടി ശിവക്ഷേത്ര ദർശനവും കൂവളമാല സമർപ്പണവും നല്ലതാണ്. മനപ്രയാസം കൂടുതൽ വരുന്ന സമയത്ത് ശിവൻ ഒരു ധാര നടത്തിയാൽ മതി. ഒരു ജലധാരയോ ക്ഷീരധാരയോ ഒക്കെ നടത്തുക. ജലധാര നടത്തിയാൽ മതി, മനസ്സിൻ്റെ പ്രയാസം നല്ലൊരളവ് വരെ മാറിക്കിട്ടുന്നതാണ്. ശനിയാഴ്ചയും ചതയവും നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ശനീശ്വര പൂജ നടത്തുക, അല്ലെങ്കിൽ നീരാജനം നടത്തുക. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ചില ക്ഷേത്രങ്ങളിൽ, ശാസ്താക്ഷേത്രങ്ങളിൽ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച ശനീശ്വര പൂജയുണ്ട്. ചില സ്ഥലങ്ങളിൽ എല്ലാ ശനിയാഴ്ചയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ചടങ്ങ് എന്ന് വെച്ചാൽ അതിലൊന്ന് പങ്കെടുക്കുക. നമ്മുടെ കഴിവിനനുസരിച്ച് പൂജ ചെയ്യുക, സമർപ്പണം നടത്തുക. അപ്പോൾ ഇതാണ് ചതയ നക്ഷത്രക്കാരുടെ ഫലം. അപ്പം നമ്മൾ തിരുവോണം, അവിട്ടം, ചതയം ഈ 3 നക്ഷത്രക്കാരുടെ ഫലമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ചാനൽ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ദോഷകാലങ്ങളൊക്കെ മാറിപ്പോകട്ടെ, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാറിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.